പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിലെ വിദ്യാർത്ഥികളെ, നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക്കിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെയൊക്കെ ഫുള്ള് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ടെക്സ്റ്റിൻ്റെ ഫുൾ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. അജീബ് അൻ അഷറത്തി മിനൽ അസിലത്തിൽ ആത്തിയ, ശേഷം വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഉത്തരം നൽകുക. ഒന്നാമത്തെ ചോദ്യം, മാഹുവൽ ഇസ്മു, ഇസ്മെന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, അൽ ഇസ്മു മാ ദല്ല അല ഇൻസാനിൻ ഔ മക്കാനിൻ ഔ ഹയവാനിൻ ഔ നബാത്തിൻ ഔ ജമാദിൻ. ഇസ്മെന്ന് പറഞ്ഞാൽ, നൗണെന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ദല്ല അല ഇൻസാനിൻ മനുഷ്യരുടെ മേൽ അറിയിക്കുന്ന, ഔ മക്കാനിൻ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന, ഔ ഹയവാനിൻ അല്ലെങ്കിൽ ജീവികളുടെ മേൽ അറിയിക്കുന്ന, ഔ നബാത്തിൻ അല്ലെങ്കിൽ സസ്യങ്ങളുടെ മേൽ അറിയിക്കുന്ന, ഔ ജമാദിൻ അല്ലെങ്കിൽ അചേതന വസ്തുക്കളുടെ മേൽ അറിയിക്കുന്ന ഒന്നിന് പറയുന്ന പേരാണ് ഇസ്മെന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ചോദ്യം, ഉദ്കുർ മിസാലീനിൽ ഹർഫി, ഹർഫിന് ഉദാഹരണമായിട്ട് രണ്ടെണ്ണം പറയുക. ഏത് 2 ഹർഫ് പറഞ്ഞാലും മതി, നമുക്ക് ടെസ്റ്റുള്ള ഹർഫ് പറയാം. ഇന്ന, ലി. അടുത്ത ചോദ്യം, മാഹുൽ മുബ്തദ, മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുബ്തദ ഇസ്മുൻ യുബ്തദ ബിഹിൽ കലാം. മുബ്തദ എന്ന് പറഞ്ഞാൽ കലാം ആരംഭിക്കപ്പെടുന്ന നാമത്തിനാണ് മുബ്തദ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാഹുവ ഇഅ്റാബുൽ ഖബരി, ഖബറിൻ്റെ ഇഅ്റാബ് എന്താണ്? ആൻസർ, അൽ ഖബറു മർഫൂഉൻ, ഖബർ റഫ്ഉ ചെയ്യപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം, അക്മലിൽ ജുംലത്തുൽ ആതിയത ബിൽ ഖബറിൽ മുനാസബി, യോജിച്ചതായ ഖബർ കൊണ്ട് ശേഷം വന്ന ജുംല പൂർത്തീകരിക്കുക. അസ്സയ്യാറത്തു ഡാഷ്, നമുക്കവിടെ അസ്സയ്യാറത്തു ജദീദത്തുൻ എന്ന് പറയാം. കാറ് പുതിയതാകുന്നു. ആറാമത്തത്, അക്മലിൽ ജുംലൽ ആതിയത ബിൽ മുബ്തദയിൽ മുനാസബി, യോജിച്ചതായ മുബ്തദ കൊണ്ട് ശേഷം വന്ന ജുംല പൂർത്തിയാക്കുക. ഡാഷ് മുർത്തഫിഉൻ, ഡാഷ് ഉയർന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം അൽ ജബലു മുർത്തഫിഉൻ, പർവ്വതം ഉയർന്നതാണ്. ഏഴാമത്തെ ചോദ്യം, ഉദ്കുർ സലാസത്തി മിൻ അഖവാത്തി കാന, കാനയുടെ സഹോദരങ്ങളിൽ നിന്ന് 3 എണ്ണം പറയുക. ആൻസർ, അസ്ബഹ, സാറ, ലൈസ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, മാഹിയൽ ഹർഫുല്ലത്തി തുഫീദു തറജി വറഗ്ബ, പ്രതീക്ഷയെ, ആഗ്രഹത്തെ ഫായിദ വെപ്പിക്കുന്ന, പ്രയോജനം ചെയ്യിക്കുന്ന ഹർഫ് ഏതാണ്? ലഅല്ലയാണ് തുഫീദ് തറജിയ വ റഗ്ബത, തറജിയെയും റഗ്ബത്തിനെയും ഫായിദ വെപ്പിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ലഅലിക്കുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയത്തി ഫാഇലൻ മുനാസിബൻ, ശേഷം കൊടുത്തിരിക്കുന്ന ഫിഅലുകൾക്കെല്ലാം യോജിച്ചതായ ഫാഇലിനെ, കർത്താവിനെ നൽകുക. യനാമു, കതബ. അപ്പോൾ നമുക്ക് ആൻസർ പറയാം, യനാമു തുഫിലു ഫി സരീരിഹി, കുട്ടിയുടെ കട്ടിൽ ഉറങ്ങുന്നു. അടുത്തത് കതബ, കതബ താലിബ് അദ്ദറസ, വിദ്യാർത്ഥി പാഠം എഴുതി. അടുത്ത ചോദ്യം, മാഹുവൽ ഫാഇലു, ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, അൽ ഫാഇലു ഹുവൽ ഇസ്മുല്ലദി യുദ്കറു ബഅദൽ ഫിഅലിൽ മബ്നിയിൽ മഅലൂമി ലിയദുല്ല അലാ മൻ ഹസല മിൻഹുൽ ഫിഅലു. ഇസ്മെന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതായ ഫിഅലിന് ശേഷം മഅലൂമായ, മഅറൂഫായ, എടുക്കപ്പെട്ട ഫിഅലിന് ശേഷം പറയപ്പെടുന്ന നാമമാണ്. ലിയദുല്ല അലാ മൻ ഹസല മിൻഹുൽ ഫിഅലു, യദുല്ല അലാമൻ ഒരുത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി ഹസല മിൻഹു അവനിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു, ഉണ്ടായിരിക്കുന്നു, അൽ ഫിഅലു പ്രവൃത്തി.
11ാമത്തെ ചോദ്യം ഹമലുൽ അഫ്ആൽ ആതിയത ഇലൽ മബ്നിയത്തിൽ മജ്ഹൂലി സനഅ യൽബിസു. ശേഷം വന്ന ഫിഅലുകളെ മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടതിലേക്ക് തെറ്റിക്കുക. അപ്പോൾ സനഅ എന്നുള്ളത് സുനിഅ ആകും, യൽബസു എന്നുള്ളത് യുൽബസു ആകും. 12ാമത്തെ ചോദ്യം ഉദ്കുർ സീഗത്ത ലറബു. ലറബു എന്നതിൻ്റെ സീഗ പറയുക. ഇപ്പോൾ ആൻസർ 5ാമത്തെ നോക്കുക. ജംഉ മുദക്കർ ഗായിബ് ലിൽ ഫിഅലിൽ മാളി ലറബു. ലറബ ലറബ എന്ന മാളിയായ ഫിഅലിനുള്ള ജംഉ മുദക്കർ ഗായിബ്. ഇവിടെ ഒരു ഉദാഹരണത്തിന് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നസറ എന്നാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ചോദിച്ചിരിക്കുന്നത് ലറബു എന്ന ഫിഅലിൻ്റെ സീഗയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കാണിച്ചു തരാൻ വേണ്ടി ഇത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ആൻസർ ജംഉ മുദക്കർ ഗായിബ് ലിൽ ഫിഅലിൽ മാളി ലറബ. ലറബയുടെ മാളിയായ ഫിഅലിൻ്റെ ജംഉ മുദക്കർ ഗായിബ്. അടുത്ത 13ാമത്തെ ചോദ്യം ലഅൽ അഫ്അൽ ആതിയത ഫി ജുമലിൻ മുഫീദത്തിൻ. മുഫീദയായ ജുംലയിൽ ശേഷം വന്ന ഫിഅലുകൾ ഉപയോഗിക്കുക. യദ്ഹബു യഅമലു. അപ്പോൾ നമുക്ക് പറയാം യദ്ഹബു താലിബു ഇലൽ മദ്രസത്തി. വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകും. അപ്പോൾ യഅമലു എന്നതിന് നമുക്ക് പറയാം യഅമലു അബി ഫിൽ മസ്നഇ. എൻ്റെ പിതാവ് ഫാക്ടറിയിൽ പ്രവർത്തിക്കും, ജോലി ചെയ്യും. 14ാമത്തെ മാഹി അലാമത്തുൽ ജർരി ജംഉൽ മുദക്കരി സാലിമി. ജംഉ മുദക്കർ സാലിമിൻ്റെ ജറിൻ്റെ അലാമത്ത് എന്താണ്? അപ്പോൾ ജംഉ മുദക്കർ സാലിമിനെ വൈജറു ബിൽ യാ കൊണ്ടിട്ടാണ് ജർ ചെയ്യപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം ഹാത്തി ജംഉൽ കലിമാത്തി താലിയ. ശേഷം കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ബഹുവചനം കൊണ്ടുവരിക. അപ്പോൾ മുഅല്ലിഫിൻ്റെ ജംഉ മുഅല്ലിഫൂന. അടുത്തത് മുദർരിസിൻ്റെ ജംഉ മുദർരിസൂന. ഇൻഷാ അല്ലാഹ് അടുത്ത സെക്ഷൻ ബി മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ ആൻസർ കീ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.